ഹായ്, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നലെ ഞാൻ നമ്മുടെ ഹോട്ട്സ്റ്റാറിൽ നമ്മുടെ ജ്യോതിഷേട്ടൻ്റെ മലയാള സിനിമയിലെ ഭയങ്കരമായിട്ടുള്ള അവാർഡ് വിന്നിങ് ആയിട്ടുള്ള ഒരു ബ്രില്യൻ ആർട്ട് ഡയറക്ടറിൻ്റെ ആദ്യത്തെ ഒരു ബ്രില്യൻ മൂവി കണ്ടു, പൊന്മാൻ. തിയേറ്ററിൽ ഭയങ്കര ഹിറ്റായ സിനിമയാണ്. അപ്പം എനിക്കത് കാണാൻ പറ്റിയില്ല, അന്ന് കുറച്ച് തിരക്കുകൾ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെ OTT സിനിമ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യണം തോന്നി. കാരണം അത്രയും മികച്ച ഒരു ബ്രില്യൻ മൂവിയാണ് ജ്യോതിഷേട്ടൻ്റെ പൊന്മാൻ. കാര്യം ആ സിനിമ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്, ആ സിനിമയിൽ പല കാര്യങ്ങളും കൊല്ലത്തെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പെർഫോമൻസ്, ആ സിനിമയിൽ അഭിനയിച്ച എല്ലാവരെയും ടോപ്പ് നോച്ച് എന്ത് ബ്രില്യൻ്റ് എന്നറിയാം. നമ്മൾ വേറെ ലെവൽ പെർഫോമൻസാണ് എല്ലാവരുടെയും. പ്രത്യേകിച്ച് എനിക്ക് ബേസിലിൻ്റെ ഇതുവരെയുള്ള സിനിമാ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസാണ് പൊന്മാനിലെ പല സീക്വൻസുകളും. ചില സീക്വൻസൊക്കെ നമുക്ക് ശരിക്കും കൈയടിക്കാൻ തോന്നും. എനിക്ക് തിയേറ്ററിൽ മിസ്സായതിന് ഭയങ്കര വിഷമമുണ്ട് ഈ സിനിമ. പക്ഷെ ഇത് അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഈ OTT സിനിമ കാണണം. കാര്യം ജ്യോതിഷേട്ടൻ്റെ എന്ന് പറഞ്ഞാൽ എന്ത് ബ്യൂട്ടിഫുൾ പുള്ളിയുടെ ആക്ടിങ് ഉണ്ട് ഈ സിനിമ. കാരണം പല പോയിന്റിലും നമ്മൾ ആ സിനിമയുടെ രസചരട് വിടാതെ എന്ന് പറഞ്ഞാൽ ഇന്ദുഗോപനാണ് എൻ്റെ പുള്ളിയുടെ ഒരു വളരെ പ്രശസ്തമായൊരു നോവലാണ് ഈ സിനിമയുടെ അത് സിനിമയാക്കിയിരിക്കുന്നത്. അപ്പം അതിനെ എത്രത്തോളം ബ്യൂട്ടിഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, അങ്ങനെയാണ് പുള്ളി എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു പോയിന്റിൽ പോലും നമ്മൾ ആ സിനിമ ഡൗൺ ആക്കി. കാരണം ഭയങ്കര വലിയ മാസ് സീക്വൻസുകളോ ഭയങ്കര വലിയ പാട്ടുകളോ ഒന്നുമില്ല. പക്ഷേ ഈ സിനിമ നമ്മൾ എന്താ പറയുക വേറൊരു ഫീലാണ് ആ സിനിമ. അത് നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഈ സിനിമ കാണാത്ത എല്ലാവരും OTT സിനിമ കാണണം. പറഞ്ഞാൽ ജസ്റ്റിൻ വർഗീസിൻ്റെ മ്യൂസിക്കൊക്കെ അടിപൊളിയാണ്. സോഹൽക്കോയുടെ വരികളൊക്കെ കൊള്ളത്തെ സാധനങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. പക്ഷേ എനിക്ക് എടുത്ത് പറയേണ്ടത് സജിൻ ഗോപുവും സൂപ്പർ അടിപൊളിയാണ്. സജിൻ പെർഫോമൻസ് ലുക്കും ഒക്കെ അടിപൊളിയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബ്രൂണോ എന്ന ക്യാരക്ടർ ചെയ്ത നമ്മുടെ ആനന്ദ് മന്മഥനാണ്. ശരിക്കും എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് പുള്ളി ആ ക്യാരക്ടർ ക്യാരി ചെയ്തിരിക്കും. കാരണം ഫസ്റ്റ് പുള്ളി ഒരു ഭയങ്കര ഒരു മാസ് ലെവലിലൊക്കെ വന്ന് പെർഫോം ചെയ്ത് പിന്നെ അവിടെ നിന്ന് പുള്ളിക്കുണ്ടാകുന്നൊരു ഡൗൺനെസ് ഇങ്ങനെ അതൊക്കെ എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ക്യാരി ചെയ്തിരിക്കുന്നത് അറിയാം. കാരണം മലയാള സിനിമയിലെ ഒരു 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 അനന്ത് മാത്രമല്ല വേറെ കുറേ ആർട്ടിസ്റ്റ്, എനിക്ക് പേരിയത്തെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ സിനിമയിലുണ്ട് പുതിയ. അവരുടെയൊക്കെ പെർഫോമൻസ് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഈ പിന്നെ ലിജുമോൾ അടിപൊളിയായിട്ട്, ലിജുമോൾ പിന്നെ പറയണ്ടല്ലോ, അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അമ്മയായിട്ട് അഭിനയിച്ച ആ ചേച്ചി, അങ്ങനെ എല്ലാവരും ഈ സിനിമയിലെ ടോട്ടാലിറ്റി ഒരു ഭയങ്കര നമുക്കൊരു നല്ല സിനിമ കാണുമ്പം നമ്മൾ ഭയങ്കര ഹാപ്പി ആവുമല്ലോ, ഭയങ്കര എക്സൈറ്റഡ് ആവുമല്ലോ. ഈ സിനിമ പറയുന്ന വിഷയം എല്ലാം അടിപൊളിയാണ്. അപ്പം അതൊക്കെ എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയും എക്സൈറ്റഡ് ഞാൻ സിനിമ കണ്ട ശേഷം. അപ്പം നിങ്ങൾ കാണാത്ത എല്ലാവരും OTT സിനിമ കാണുക. ജ്യോതിഷേട്ടൻ്റെ ഒരു അടിപൊളി മാസ്റ്റർ ക്ലാസ് ഡയറക്ഷനാണ് സിനിമ. അപ്പം ബേസിലൊരു അടിപൊളി പെർഫോമൻസിന്, ഇല്ലെങ്കിൽ നമ്മുടെ സജിൻ ഗോപുടെ, ലിജിമോളുടെ, ഇല്ലെങ്കിൽ നമ്മുടെ ദീപക് പറമ്പോളൊക്കെ അടിപൊളിയാണ്. ആനന്ദ് മന്മഥൻ്റെ ഒരു അടിപൊളി സിനിമ നിങ്ങൾ OTT തന്നെ കാണുക. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത ജ്യോതിശങ്കറിൻ്റെ അടുത്ത സിനിമ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ അത്ര വലിയ ഫാനായിപ്പോൾ ജ്യോതിശേഖരൻ്റെ. കാരണം പുള്ളി ആ ഡയറക്ടർ വേറെ ലെവലാണ്. അതിനപ്പുറം ആസ് എ ഡയറക്ടർ പുള്ളി എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. താങ്ക് യു.